ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സെയിം ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ എന്ന്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അറിയാലോ, കാല് ഫ്രാക്ചർ ആയിരിക്കാണ്. എപ്പോഴെപ്പോഴും പോയി ചേഞ്ച് ചെയ്തിട്ട് പുതിയ വീഡിയോക്ക് വേണ്ടിയിട്ട് റെഡിയാകാൻ പറ്റാത്തത് കൊണ്ട് ഒറ്റ ഇതിൽ തന്നെ ഞാൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കാണ്. ഒന്നെങ്കിൽ ഒന്നിച്ചിടും, അതല്ലെങ്കിൽ 2-3 തവണകളായിട്ടായിരിക്കും ഞാൻ ഇതൊക്കെ ഇടുന്നത്. അപ്പൊ ഇനിയിപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ലിപ് ഷെയ്ഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് ലിപ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നോക്കുക. പിന്നെ ഷെയ്ഡുകൾ കറക്റ്റ് ആയിട്ട് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ളത് എൻ്റെ ആകെ ഇരിക്കുന്ന ബ്രാൻഡഡ് എന്ന് പറയാനായിട്ട് മാക്കിന്റെ ഒരെണ്ണം ഉണ്ട്. അതിന് എനിക്ക് ഏത് ഷെയ്ഡാണെന്ന് ഒരു ഐഡിയ ഇല്ല. അത് ബാഗിലൊക്കെ ഇട്ട് വെച്ച് അതിന്റെ ഷെയ്ഡൊക്കെ കൊടുത്തിരുന്നൊക്കെ മാഞ്ഞുപോയി. പിന്നെ ഇനി ഷുഗറിന്റെ പ്രോഡക്ട്സ് ഉണ്ട്, അതുപോലെ ഫേസ് കെ ബ്യൂട്ടി ഉണ്ട്. അങ്ങനെ 2-3 പ്രോഡക്റ്റ് ഉണ്ട്, ഓർക്കുന്നില്ല ഇപ്പൊ, പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറന്നുപോയി. അപ്പൊ നമുക്ക് ലിപ് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിപ്പോ ഓൾറെഡി ഒരെണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഞാൻ അതിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. DLC 025 ഡാസിലറിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് ഒരു നാച്ചുറൽ ലുക്ക് പോലെ എനിക്ക് തോന്നാറുണ്ട്, ന്യൂഡ് ഷെയ്ഡ്. ഓക്കെ, അപ്പൊ ഞാനത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലമ്മിന്റെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് ബാം ആണ് ഞാൻ കൂടുതൽ ഇടുന്നത്, അല്ലെങ്കിൽ പോവാറേ ഇല്ല ഇത്. ഇപ്പൊ ലിപ് ബാം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കുറച്ചധികം വേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ലിപ് ബാം തേച്ചിട്ട്. ഒന്ന് റിമൂവ് ചെയ്യാം, ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചു കൊടുക്കാം. അത് റിമൂവ് ചെയ്തിട്ട് ഞാനൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഷുഗറിന്റെ ലിപ് ബാം ആണ് ഞാൻ ഇട്ടേക്കുന്നത്. റിമൂവ് ചെയ്യാൻ വേണ്ടി പ്ലമ്മിന്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടോ, എക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണേ. എക്സസ് ആയിട്ടുള്ളത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് കെ ബ്യൂട്ടിയുടെ ലിപ് കളർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഓണർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതാണ് കെ ബ്യൂട്ടിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. കൊള്ളാവോ? ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്യാം അല്ലേ. ഞാൻ നെക്സ്റ്റ് ലിപ് ഷെയ്ഡ് ഇടാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കെ ബ്യൂട്ടിയുടെ ആണ്, റോളിംഗ് എന്ന് പറഞ്ഞിട്ട്. റോളിംഗ് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയില് ഞാനിത് ഏത് കമ്പനിയാണ് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. കാര്യം കെ ബ്യൂട്ടിയുടെ എല്ലാ പ്രോഡക്റ്റിനും ഒരു എന്താ പറയാ, ഇവിടെ ഒരു ഡിസൈൻ പോലെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പോയി. ഞാൻ വിചാരിച്ചു, അത് കാണാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കെ ബ്യൂട്ടി അല്ലാന്ന്. പക്ഷെ പിന്നീട് ഞാൻ ആ ഒരു ഷെയ്ഡ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാട്ടോ. എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം ഞാൻ ഇതാ ഇടുന്നത്. ഓക്കെ ആണോ? ഇത് ഭയങ്കര ഇഷ്ടമാണിത്. ഇത് പിന്നെ ഇത് ഇത്തിരി എന്താ പറയാ, ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാല് കുറച്ച് കോമ്പാക്ട് പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിങ്ങനെ ആദ്യത്തെ 1-2 പ്രാവശ്യം, നിങ്ങൾക്ക് അറിയാലോ, ആദ്യത്തെ 1-2 പ്രാവശ്യം നമ്മൾ ഒരു ടിഷ്യൂല് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഓക്കെ ആവുന്നത്. വലിയ രീതിയിൽ അങ്ങനെ പോകുന്നില്ല. ഇപ്പൊ ഒരു നോർമൽ ഷെയ്ഡ് ആയിട്ടുണ്ട്. മറ്റേത് ഒന്നിങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാ ലിപ്സ്റ്റിക്കും ലിപ് കളറൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ് കളർ ആവും, വാട്ടർ പ്രൂഫ് ആവും. അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു കൺസീലർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടൈമിലേക്ക് കൂടെ അത് എക്സ്ട്രാ നിൽക്കും.
നോർമലി 4 hours 5 hours നിൽക്കുന്ന ലിപ്സ്റ്റിക് ആണെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിൽക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ എന്താ പറയാ ആ ഒരു സെയിം എന്ത് കളറായിട്ടാണോ ആ ലിപ്സ്റ്റിക് ഉള്ളത് ആ സെയിം കളർ നമുക്ക് ആ ഒരു കൺസീലറിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. എല്ലാ ഷെയ്ഡ്സും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതൊന്നും ഇല്ലാതെ പൈസ ചെലവില്ലാത്ത സംഭവം ടിഷ്യൂ പേപ്പറിൽ ഇത് തന്നെയാണ്. 4-5 തവണ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് പോവില്ല, വാട്ടർ പ്രൂഫ് പോലെ തന്നെ നിൽക്കും. ഓക്കെ, നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം. ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ലിപ് ബാം ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് കളറ് മാക് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏതാണ് ഷെയ്ഡെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ, നിങ്ങൾ എന്നോട് ചോദിക്കുകയേ ചെയ്യരുത്. ലിപ് ബാം ഞാൻ എക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ലിക്വിഡ് കളർ ആയതുകൊണ്ടേ ഒരുപാട് ലിപ് ബാം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ ഷെയ്ഡ് അങ്ങ് നമുക്ക് കിട്ടില്ല. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് കളറ്. ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലൊക്കെ വാങ്ങിയ ഒരു ലിപ് കളറാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതങ്ങനെ അത്ര സക്സസ് ആയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് കണ്ടില്ലേ, ഇത് അപ്ലൈ ചെയ്തിരുന്ന സമയത്തൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കുമായിരുന്നു ഇത് ഏത് ഷെയ്ഡാണ്, നല്ലതാണല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് എനിക്കിത് അത്ര സക്സസ് ആയിരുന്നില്ല എന്നാണ്. ഇതാണ് കറക്റ്റ് ഷെയ്ഡ് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണോട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടപ്പോഴാണ് നന്നായിട്ട് തോന്നിയെന്ന് പറയണേ. നെക്സ്റ്റ് നമ്മൾ ഷുഗറിന്റെ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് 05 ടാൻ ഹെലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണേ. ഇതാണ് ഷെയ്ഡ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് ഇടുന്നത് കൊണ്ട് ഫസ്റ്റത്തത് ഉറപ്പായിട്ടും ട്രാൻസ്ഫർ ആവും. നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആയിട്ടുണ്ടെന്നാണ്. ഇതാണ് ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. വേറെ ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇത് വാങ്ങിയത് അത്ര ഫ്ലോപ്പ് ആയിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഇതാണ് പ്രോഡക്റ്റ്, ഷുഗറിന്റെ ആണ്. 3 എണ്ണം കൂടിയിട്ട് ഒരു 1200 സംതിങ്ങിന് 2 ഇയർ മുമ്പ് വാങ്ങിയതാണ്. പക്ഷെ ഇതെനിക്ക് അപ്ലൈ ചെയ്യാനേ മര്യാദക്ക് പറ്റിയിട്ടില്ല. ഇത് കണ്ടില്ലേ, കൂടുതലും ഞാനത് ഐ ഷാഡോ ആയിട്ട് ഇടാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിപ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മെഴുക് പോലെ ഇങ്ങനെ തിരിച്ച് വരും. അപ്പം അത് ഇതിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ വരും. അതുകൊണ്ട് അത് ഞാൻ മാറ്റിയിട്ട് ഇതും ഒരു ന്യൂഡ് ഷെയ്ഡാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ്. 5 പൈസക്ക് വിലയില്ലാത്ത സാധനമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഡയറക്റ്റ് പോയി വാങ്ങിയതാണ്. പക്ഷെ അവരത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് എനിക്കത് ഓപ്പൺ ചെയ്ത് ആ സമയത്ത് നോക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവരെനിക്ക് സെപ്പറേറ്റ് എനിക്ക് കാണിച്ചു തന്ന പ്രോഡക്റ്റ് സൂപ്പറായിരുന്നു. എൻ്റെ ലിപ്സിൽ എനിക്ക് ഇട്ട് കാണിച്ചു തന്ന പ്രോഡക്റ്റ് സൂപ്പറായിരുന്നു. പക്ഷെ എനിക്കത് പാക്ക് ചെയ്ത് തന്നു വിട്ടത് 5 പൈസക്ക് വിലയില്ലാത്ത സാധനമാണ്. അത് ഞാൻ അവിടെ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. 3 എണ്ണമാണ് കിട്ടിയത്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതും ഷുഗറിന്റെ പ്രോഡക്റ്റ് ആണ്. ഇത് നല്ലതായിരുന്നു. ഇത് 16 hours നിൽക്കും എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. 16 hours നിന്നിട്ടില്ല എങ്കിലും ട്രാൻസ്ഫർ പ്രൂഫ് ഒക്കെ ആയിരുന്നു. ഇതിന്റെ ഷെയ്ഡ് മാഞ്ഞു പോയിട്ടാ. ഇതിനകത്തൊരു ലിപ് ഗ്ലോയും കൂടെ ഉണ്ട്. ഇത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതിന്റെ വേറെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടി എടുത്ത് അതിന്റെ ഉള്ളിൽ ഈ ഒരു കളറായി പോയതാണ്. പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വളരെ നല്ലതായിരുന്നു. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ഷെയ്ഡ് ഇട്ടാൽ നാച്ചുറൽ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അതിലുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഉള്ള ഒരു ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. ഞാനതിൽ ലിപ് ബാം ഇടുന്നില്ല കേട്ടോ. ഇത് മാറ്റ് ഫിനിഷ് ആണ്.
തീർന്നിരിക്കുക. ഇത് തീർന്നിട്ടാണ് ഞാൻ വേറെയൊക്കെ വാങ്ങിയത്. കണ്ടോ, ഇതാണ് ആ ഒരു ഷെയ്ഡ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ ലിപ് ഗ്ലോസ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഇതാണ് ഇതിന്റെ ലിപ് ഗ്ലോസ്. ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസും ലിപ് കളർ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇത്രയേ ഉള്ളൂ. കാര്യം ഞാൻ അങ്ങനെ ഒത്തിരി വാങ്ങി വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല. എനിക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രോഡക്ട്സ് ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. പിന്നെ ഇനിയിപ്പം ഞാൻ കുറച്ച് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അത് മേ ബി നെക്സ്റ്റ് മന്തിലേക്ക് ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ ആ ഒരു കോസ്റ്റ് കുറഞ്ഞ പ്രോഡക്റ്റ്, കോസ്റ്റ് കൂടിയ പ്രോഡക്റ്റ്, ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു റിവ്യൂ ചെയ്യാം എന്തായാലും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.